മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. ഞാൻ ക്യാരക്ടർ നോക്കിയാ ചെയ്തോണ്ടിരിക്കുന്നത്. ഗ്ലാമർ ആണോ അല്ലാത്താണോ നോക്കിയിട്ടല്ല. ഇവളെന്താ ഒരുമാതിരി വാവെടുത്ത പശുവിനെ പോലെ? നല്ല ക്യാരക്ടേഴ്സ് വരുമ്പോ ഞാൻ പറഞ്ഞ എനിക്ക് എപ്പോഴും ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ചാൽ ഒരു നാടൻ ക്യാരക്ടർ. എന്റെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അതാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ക്യാരക്ടർ എന്താണോ അതിന് എന്താണോ ഇമ്പോർട്ടൻസ്, ആ ക്യാരക്ടർ ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ക്യാരക്ടർ എന്താ ഡിമാൻഡ് ചെയ്യുന്നത്, അതിന് ആ സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി. ബെഡ് ഷെയർ ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു സീൻ ഒരു ഷോർട്ട് ഫിലിമിൽ ഉണ്ടായിരുന്നത് അത് ഭയങ്കര കംഫർട്ട് ആയിരുന്നില്ല ചെയ്യാനായിട്ടെന്ന്. പക്ഷെ ഡയറക്ടർ അത്രയും കംഫർട്ട് തന്നിട്ടാണ് അത് ചെയ്യുന്നത്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. എനിക്ക് വായി തോന്നുന്ന ഞാൻ പറയും. എനിക്ക് കംഫർട്ട് ആയിരുന്നില്ല സെൻസ് ഞാനൊരു അങ്ങനെ ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഇപ്പോഴും നമ്മുടെ ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ ഒരു എന്താ പറയാ അവരുടെ ആവശ്യം കൂടിയാണ് ഞാൻ ആ സീൻ പെർഫോം ചെയ്യാന്നുള്ളത്. അല്ലെ ഒരു ആർട്ടിസ്റ്റ് അതിനെ അഗ്രി ചെയ്യുമ്പോൾ എന്നിട്ട് പിന്നെ അങ്ങനെ ആണായാലും പെണ്ണായാലും രണ്ടുപേർക്കും അവർക്കും ഉണ്ടാവാൻ പല സീൻസും കാര്യങ്ങളൊക്കെ. അപ്പം അതിന് ആ ആർട്ടിസ്റ്റ്, ആ ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ നിൽക്കുന്ന ആർട്ടിസ്റ്റിന് എത്രത്തോളം കംഫർട്ട് അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാലാണോ ആ സീൻ നമുക്ക് അവരിൽ നിന്ന് കിട്ടുക. അപ്പൊ അതിനുള്ള കംഫർട്ട് സോൺ കൊടുക്കുക എന്നുള്ളത് ആ തെറ്റിന്റെ ഉത്തരവാദിത്വമാണ്, ആ ഡയറക്ടർ ഉത്തരവാദിത്വമാണ്. അപ്പം അത് നമ്മൾ ഏത് പെർഫോം ചെയ്യും. പെണ്ണുങ്ങളായ ഇങ്ങനെ തന്നെ വേണം. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ